യാ മോനെ, എന്താ കഥ? മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളത്തിന്റെ സിനിമാ ചരിത്രം തിരുത്തി എഴുതപ്പെട്ട സാഹചര്യത്തിൽ കൂടെ ആ ഒരു ദിവസത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ബുക്കിംഗ് ആപ്പുകളൊക്കെ നിശ്ചലമായി പോയി. എമ്പുരാനെ താങ്ങാൻ പറ്റില്ല എന്നാ പറയുന്നത്. എമ്പുരാന്റെ ബുക്കിംഗ് അത്ര അധികമായിട്ട് എമ്പുരാന്റെ ബുക്കിംഗ് അത്ര അധികമായിട്ട് എമ്പുരാന്റെ ഈ ബുക്കിംഗ് ആപ്പുകൾ നിശ്ചലമായി പോയി എന്നാണ് പറയണത്. എന്താ കാരണം? ലാലേട്ടന്റെ എമ്പുരാൻ 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 എമ്പുരാനേ എമ്പുരാനേ. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമാ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും മക്കളെ. ഇത് ചില്ലറായിട്ടില്ലാതെ ഓരോരോ ടീസർ വന്ന്, അതുപോലെ തന്നെ ട്രെയിലർ വന്ന്, ഇതൊക്കെ വരുമ്പോൾ ഓരോരോ പോസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ മലയാളികൾക്ക് ഒരു സസ്പെൻസ് ആയിട്ടാണ് എമ്പുരാൻ പൃഥ്വിരാജ് ലാലേട്ടനൊക്കെ, അതുപോലെ തന്നെ ടോവിനോ തോമസ്, അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് മലയാളത്തിന്റെ ഒരുപാട് താരനിര തന്നെയാണ് എമ്പുരാനിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങിയിട്ടുള്ളത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ സാധനം ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. തീപ്പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരി പകരം വെക്കാനില്ല എന്ന് പറയാൻ വേണ്ടി വരും. ആ നിലക്കാണ് എമ്പുരാന്റെ ഓരോരോ ദിവസത്തെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. തകർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർപ്പ, ഒരു രക്ഷയില്ല. ഇനി ഇതിനപ്പുറം എന്താ ചെയ്യാ? പൃഥ്വിരാജിന്റെ കഴിവിന്റെ പരമാവധി ചവറാക്കിയിട്ട് പൃഥ്വിരാജ് അങ്ങനത്തെ അപ്ഡേറ്റുകളാണ് വരുന്നത്. ഇപ്പൊ ലാസ്റ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 1000 കോടി ചിലപ്പോ എമ്പുരാൻ നേടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. 1000 കോടി നേടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. എമ്പുരാന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പറയാൻ പറ്റില്ല. 500 കോടി 1000 കോടിയൊക്കെ ചിലപ്പോ മറികടന്ന് എന്ന് വരാം. പക്ഷെ എന്താണ്, മലയാള സിനിമാ ചരിത്രം തന്നെ തിരുത്തി എഴുതാൻ പോവാണ് ഈ ഒരൊറ്റ സിനിമ കൊണ്ട്. ലൂസിഫറിന് ശേഷമുള്ള ഈ എമ്പുരാന്റെ ഒറ്റ വരവോടെ മലയാള സിനിമ ചരിത്രം തന്നെ തിരുത്തി എഴുതാൻ പോകുന്നു. പൃഥ്വിരാജ് അതുപോലെ ലാലേട്ടന്റെ മാസം പെർഫോമൻസ്, അയ്യോ 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 അയ്യോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വീണ്ടും എമ്പുരാനേ എമ്പുരാനേ. അപ്പൊ 6 മണിക്കുള്ള ഷോടെ ടിക്കറ്റ് കിട്ടാനില്ല. അത് ഇക്ക് വയ്യ, എന്റെ പൊന്നോ, ഇക്ക് വയ്യ. ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ എമ്പുരാനെ പിടിച്ചാൽ കിട്ടില്ല മക്കളെ, പിടിച്ചാൽ കിട്ടില്ല. എമ്പുരാനെ ഇനി പിടിച്ചിട്ട് കാര്യമില്ല, പിടിച്ചാൽ കിട്ടില്ല. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് എമ്പുരാന്റെ പവർ എമ്പുരാൻ ഓരോ ദിവസം ചെല്ലുന്നവരും അപ്ഡേറ്റോട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളികൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. അപ്പോ ഇന്നത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാന്റെ ബുക്കിങ്ങിന്റെ ആപ്പുകളൊക്കെ എന്തായി എമ്പുരാൻ താങ്ങാൻ പറ്റാണ് ചവറായി. ഇനി നാളത്തെ അപ്ഡേഷൻ അടുത്തത് അതിലും വലുതായിരിക്കും. അപ്പൊ വീണ്ടും വരുന്നവരെ, വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സി യു, ബൈ ബൈ.